ഷെയ്ഖ്സാദ നമുക്കറിയാം, ബൈലാവിക്ക് ഹാഷ് എഴുതിയ ലോകപ്രശസ്തനായ പണ്ഡിതനാണ്, ഖാളിയാണ് മഹാനവർകൾ. ഖാളിയായ കാലത്ത് ആഴ്ചയിൽ ഒരു വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണും, ഒരു വട്ടം. ഇത് ആഴ്ചയിൽ കണ്ടാൽ പോരാ, ആഴ്ചയിൽ ഗൈറു മറ, ഒന്നിലധികം, വൺസ് മോർ കാണണം എന്ന് വിചാരിച്ച് മഹാനവർകൾ വിചാരിച്ചു, ഇതിനെന്താ ഞാൻ കൂടുതൽ ചെയ്യേണ്ടത്? അതിന് ഷെയ്ഖ്സാദ ഇമാമിന് തോന്നിയത്, ഈ സംഘടനാ പ്രവർത്തകരായ ആൾക്കാർക്കൊക്കെ ചിലപ്പം തോന്നും, ഞാൻ ഈ സുന്നി വോയിസ് ചേർക്കലും സിറാജ് ഗമൻ എന്നെ കൊണ്ടാവില്ല, അപ്പോൾ ആരും ഫോം വിളിച്ച് എടുക്കണമില്ല, ചേരുന്നുമില്ല, ഇനി ചേർന്നാൽ തന്നെ പൈസ കിട്ടുന്നുമില്ല, മെമ്പർഷിപ്പ്, ഇനി ഇൻഷാല്ല ഞാൻ ഫുൾ ഷാദുലി മഹ്ലറത്തുൽ ബദരിയ ഉറൂസ് പരിപാടി അങ്ങനെ സജീവാകാം എന്ന് തോന്നുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലേ? ഷെയ്ഖ്സാദ ഇമാമിന് തോന്നി ഖാളിയൊക്കെ ഒന്ന് റിസൈൻ ചെയ്ത് രാജിവെച്ചിട്ട് പണി നിർത്തുക. കാരണം ഖാളിയാകുമ്പോൾ കുറേ ചൊറ മാലക്കെട്ടൊക്കെ ഉണ്ട്, ആ പ്രശ്നം, ഈ പ്രശ്നം, ആ പ്രശ്നം, 2 മഹല്ല് പ്രശ്നം, ഖാളി പ്രശ്നം, മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊന്ന് നിർത്താം എന്ന് തോന്നി രാജിവെച്ചു. എന്തിന്? ആഴ്ചയിൽ 1 കാണണ്ട, കൂടുതൽ കാണാം തങ്ങളെ എന്ന് വിചാരിച്ചിട്ട്. ആഴ്ചയിൽ 1 തവണ വന്നിരുന്ന തങ്ങൾ വരവ് സ്റ്റോപ്പ് ചെയ്തു. മുനാവി ഇമാമിൻ്റെ തബഖാത്തിൽ കാണാം, മഹാന് തന്നെ ബോധ്യമായി ഞാൻ എടുത്ത തീരുമാനം ശരിയല്ല എന്ന്. ഖാളി സ്ഥാനം റീജോയിൻ ചെയ്തു, വീണ്ടും ജോയിൻ ചെയ്തു. അപ്പോഴാണ് വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് ചോദിച്ചു, ലിമ തഅഖർത യാ റസൂലല്ലാഹ്, തങ്ങൾ എന്താ വരാതിരുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ? ഞാനും നീയും തമ്മിലുള്ള സ്പെഷ്യൽ കോണ്ടാക്ട്, ആ ഉസ്ലത്ത് എന്ന് പറയുന്നത് നീ ഖാളി ആവുമ്പോഴേ നടക്കണുള്ളൂ. കാരണം ഈ ഖാളി ആകുന്ന സമയത്ത് കുറേ ആളുടെ പ്രശ്നം കേൾക്കുന്നു, പ്രശ്നം പരിഹരിക്കുന്നു, കുറേ പ്രശ്നങ്ങളിൽ ഇടപെടുന്നു, കുറേ ആൾക്ക് വേണ്ടി നീ ജീവിക്കുന്നു. അതല്ലേ നമ്മൾ ഇപ്പം എന്താ പരിപാടി? വിശ്രമ ജീവിതം അത് ഖബറിലല്ലേ? ഞാനൊക്കെ SSF ഉണ്ടാവുമ്പോൾ ആ ഡയലോഗൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഹാത്തിമുൽ അസമു തങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ ഡയലോഗൊക്കെ ഖബറിൽ വേണ്ട മീസാൻ കല്ലിൽ വെക്കാൻ പറ്റുന്ന ആണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ വൽ ഫഖ്റ ഇലൽ മീസാൻ, എപ്പോഴും ഫഖ്ർ പറച്ചിൽ മീസാൻ കല്ലിൽ വെക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ അടുത്ത് സുൽത്താനുൽ ഉസ്താദിനെ കാണാൻ വേണ്ടി സംഘടനയുടെ കുറച്ച് ആൾക്കാർ പോയ സമയത്ത് ഉസ്താദ് യാസീൻ ഓതിപ്പിച്ച് വമന്നു അമറു എന്ന ആയത്ത് ഓതിയപ്പോൾ ഉസ്താദ് ഒറ്റ കരച്ചിൽ. എന്തിനാ ഉസ്താദ് കരയുന്നത് എന്ന ആശയത്തിന് ഉസ്താദിൻ്റെ മറുപടി പറഞ്ഞു, ആയുഷ്കാലത്തെക്കുറിച്ച് അല്ല ചോദിക്കൂല. അള്ളാഹിനോട് എന്താ പറയലെന്ന് ആരായി പറയണത്? കേരളത്തിൽ ഇങ്ങനത്തെ ഒരു മുവഫക്കായ ഒരാൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഉസ്താദിനും പേടിയാണ്, ആഹ്റോർക്കും. താജുലുലമയുടെ, നൂറുലുലമയുടെ, കൻസുലുലമ ഉസ്താദിൻ്റെ, മഹാനായ സുൽത്താനുൽ ഉസ്താദിൻ്റെ ഒക്കെ പ്രഭാഷണങ്ങൾ, പ്രത്യേകിച്ച് അവരുടെയൊക്കെ ലാസ്റ്റ് കാലത്ത് ഉസ്താദിൻ്റെ രോഗശേഷം ഉസ്താദിന് പെട്ടെന്ന് എന്തൊക്കെ അറിയണത്, ആഹർത്തി പോകുമ്പോൾ എന്തെങ്കിലും കയ്യിൽ വേണ്ടതെന്നാണ് അവരുടെയൊക്കെ വിചാരങ്ങൾ. കൂട്ടുകാരെ, നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഖബർ പൊന്നാക്കാൻ പറ്റുന്ന, മണിയറയാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാലമാണ് സംഘടനാ കാലം. ഒറ്റക്കുള്ള ഇബാദത്തുകൊണ്ട് കഴിച്ചിലാവില്ല എന്നൊരു തീരുമാനത്തിൽ നിന്ന് കുറേ ആൾക്കാരുടെ ഹൈറാത്തുകൾ നമുക്ക് കിട്ടാനുള്ള ഒരു വഴിയാണ് സംഘടനാ പ്രവർത്തനം. മരണം വരെയുള്ള ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ടുണ്ടെങ്കിൽ തീർച്ച നമ്മുടെ ഭക്ഷണം കഴിച്ചയാൾ സ്വർഗത്തിലാണെങ്കിൽ അവരുടെ ശഫായത്ത് കിട്ടും. എത്ര പേർക്ക് ഇഫ്താറാണ് പ്രസ്ഥാനം കൊടുക്കുന്നത്? എത്ര മെഡിക്കൽ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ, എത്ര ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് SSF, മുസ്ലിം ജമാഅത്തിൻ്റെ, SYSൻ്റെ ഒക്കെ സഹായത്തോടെ ക്യാമ്പസ് ഇഫ്താർ കൊടുക്കുന്നത്. ആ ഇഫ്താർ ഉള്ളത് കൊണ്ട് മാത്രം നോമ്പ് എടുക്കാൻ എത്ര ക്യാമ്പസ് സ്റ്റുഡൻസിന് ധൈര്യമുണ്ട്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. SSFൻ്റെ ഗോൾഡൻ 50 കണ്ണൂർ ഇങ്ങനെ നടക്കുന്ന ഒരു സന്ദർഭം, 1.5 ലക്ഷം പ്രവർത്തകർ റാലി കഴിഞ്ഞിട്ട് കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലേക്ക് റാലി കഴിഞ്ഞ് ഈ റമദാൻ കഴിഞ്ഞ് ഏപ്രിൽ 29 ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ച് തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിച്ച് എല്ലാവരും ആ ചെറിയ കവാടത്തിലൂടെ കയറി വരുമ്പോൾ ആ പച്ചപ്പരധാനി പോലെ വിരിച്ചിരിക്കുന്നതിൽ ഒരു 1.5 ലക്ഷത്തിലധികം വരുന്ന ബോട്ടിൽ വെള്ളം വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ കളകളാ കുടിച്ചത് അല്ല സ്വീകരിക്കൂല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ സ്പോൺസർ ചെയ്താൽ അതിൻ്റെ സംഘാടന വഹിച്ചായിരിക്കും കൂലി കിട്ടൂല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നു. പിന്നെ ചില ആൾക്കാർ പിന്നെ റമദാനിലൊന്നും ഇനി കിട്ടൂല. അപ്പോൾ ബദർ യുദ്ധം എപ്പോൾ നടന്നത്? ശവ്വാലോ. ബദർ യുദ്ധത്തിനേക്കാൾ ഏറ്റവും വലിയ സംഘടനാ പ്രവർത്തനം നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ നമ്മുടെ ഉസ്താദുമാരുടെ റൂട്ടിനെ എപ്പോഴും പഠിച്ചു നോക്കണം. ഈത്തിക്കാഫിൻ്റെ മഹത്വം, സുഹൃത്തുക്കളുടെ നന്മകളുടെ എല്ലാ ഫലായിലും അവർ പഠിച്ചിട്ടും
റമദാനിൽ എന്താ അവർ ചെയ്യണത്? എന്താ ചെയ്യേണ്ടത്? ഗൾഫിലേക്ക് പറക്കണത്. എയർ അറബിയിൽ ഇരുന്ന ഇത്തിക്കാഫിൻ്റെ കൂലി കിട്ടുമോ? ഇൻഡിഗോയിൽ ഇരുന്നാൽ എന്താ കിട്ടുക? അവർക്കറിയാം, വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. അതാണ് ഹസൻ റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാളോട് കടം വാങ്ങിയിരുന്നു, ഡേറ്റ് ആയിട്ടുണ്ട്, തിരിച്ചു കൊടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞു, നിങ്ങളൊന്ന് സംസാരിച്ചാൽ ഡേറ്റ് പോസ്റ്റ് പോൺ ചെയ്ത് തരാൻ സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് സംസാരിച്ചാലാവും. ഓക്കെ. മഹാനവറുകൾ തവാഫ് നിർത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടി പോയി. ബൈഹഖി ഇമാം അവിടുന്ന് രേഖപ്പെടുത്തുന്ന ആശയം. അയാളോട് സംസാരിച്ച് തിരിച്ചു വന്നു. പക്ഷേ ഏത് പ്രവർത്തനം കാണുമ്പോഴും കുറച്ച് ദൂരത്തുനിന്നൊരു 110 ടീമുണ്ടാവും, അസൂയാലുക്കൾ. അവരുടെ ഡയലോഗുകൾ ആത്മാർത്ഥതയുള്ളതാണെന്ന് തോന്നിപ്പിക്കുന്ന ഡയലോഗായിരിക്കും. ഉദാഹരണത്തിന്, സമ്മേളനമൊക്കെ നടത്തുന്ന പൈസനെ കൊണ്ട് യത്തീം കുട്ടികളെ കെട്ടിച്ചൂടെ? യത്തീം കുട്ടികളെ കേരളത്തിൽ കെട്ടിക്കാൻ തുടങ്ങിയാലോടാ ഈ ചോദിക്കുന്നത്. ഈ റാലിയൊക്കെ നടത്തുന്ന ഇത് കൊണ്ട് വേറെന്തെങ്കിലും പള്ളി എടുത്തൂടെ? ആരോട്? 3000-ലധികം പള്ളിയെടുത്ത നേതൃത്വത്തോടെ ഈ ചോദിക്കുന്നത്. അങ്ങനെ ചിലരുടെ ഡയലോഗുകളിൽ വീണു പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ചില ആൾക്കാർ അതങ്ങനെ തന്നെയല്ലേ. നിങ്ങൾ മുജാഹിദിൻ്റെ ഡയലോഗ് ഉണ്ടെന്ന് അവരുടെ നോട്ടീസിൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. എമ്മാതിരി ഡയലോഗ് അത്! അതിനെന്താ സൗന്ദര്യക്കുറവ്? പക്ഷേ ഇതേപോലത്തെ ഡയലോഗ് പണ്ട് ഇബ്ലീസും പറഞ്ഞതായിരുന്നു. സുജൂദ് ആദ്യ നബിക്ക് ചെയ്യാൻ പറഞ്ഞപ്പം സുജൂദ് അള്ളാഹുവിന് മാത്രം. എങ്ങനെയുണ്ട്? ടോപ്പല്ലേ? അല്ലേ? അലി റളിയല്ലാഹുവിനെ സുബ്ഹിന് കൊന്ന ആളുണ്ടല്ലോ, ഖവാരിജത്തിൽപ്പെട്ട അയാളെ സ്വഹാബത്ത് പിടിച്ചപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? എൻ്റെ കൈ വെട്ടിക്കൊള്ളി, കുഴപ്പമില്ല, എൻ്റെ കാലും വെട്ടിക്കൊള്ളി, കുഴപ്പമില്ല, എൻ്റെ നാവൊന്നും ആക്കല്ലേ. എന്തേന്ന് വെച്ച് എനിക്ക് അള്ളാഹുവിന് ദിക്ർ ചെല്ലണം. ആര്? അലി റളിയല്ലാഹുവിനെ കൊന്നാക്കേ. എങ്ങനെയുണ്ട്? താടി കണ്ടിട്ട് വീഴരുത് കേട്ടോ. ഡയലോഗിൽ വീണു പോകാനുള്ളതല്ല സംഘടനാ പ്രവർത്തനം. നമ്മളെ കുറിച്ച് ചിലപ്പം പറയും, നിങ്ങൾക്ക് ഔലിയാക്കളോട് ഹുബ്ബില്ലെന്ന്. ആരോട്? ഔലിയാക്കളോടുള്ള മഹബത്ത് പഠിപ്പിച്ച് നമ്മളെ നേതൃത്വത്തിനോടായി പറയണം കേട്ടോ. ഇത്രമാത്രം കള്ളത്തൊരീക്കത്തിനെതിരെ ഗണന നടത്തിയ നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് അവരുടെ ആരോപണം ഉണ്ടാവുക, അതിലൊന്നും നമ്മൾ വീണു പോകാൻ പാടില്ല. നമ്മൾ സജീവ പ്രവർത്തകരാകും. ഹസൻ റളിയല്ലാഹുവിനോട് ഇത്യാദിയുള്ള 110 ആൾ ചോദിച്ചു, നിങ്ങൾ കഅബ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിർത്തിയിട്ട് വേറൊരാളുടെ ആവശ്യത്തിന് പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല കേട്ടോ. അതിന് മഹാൻ്റെ മറുപടി, ഒരു മുഅ്മിനിൻ്റെ ഒരാവശ്യത്തിന് നമ്മൾ പോയി ആ ആവശ്യം നിർവഹിക്കപ്പെട്ടു, നമ്മളെ കൊണ്ട് നിർവഹിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഹജ്ജും ഉംറയും ചെയ്ത കൂലിയുണ്ട് എന്ന് ഹദീസിലുണ്ട്. ഇനി അഥവാ നമ്മൾ പോയിട്ട് ആവശ്യം നിർവഹിച്ചിട്ടില്ല, ഹാജിയാരടുത്ത് പിരിവിനൊറ്റ് ഹാജിയാർ സാഹിത്യത്തിൽ പിശുക്ക് കാണിക്കുകയാണ് ചെയ്തത്. ഉദാഹരണത്തിന്, ഇക്കണോമിക്കലി കുറച്ച് ഡള്ളാണ്, സാഹിത്യത്തിലെ പിശുക്കാണത്, പിന്നെ ഇക്കണോമിക്കലി കുറച്ച് ക്രൈസസ് ആണ്, പിന്നെ കുറച്ച് ടൈറ്റാണ് എന്നൊക്കെ പറയണവരുണ്ടാവില്ല, പിശുക്കിൻ്റെ ഇംഗ്ലീഷ്. അങ്ങനെ കാണിച്ചു. എന്നാലോ നമുക്ക് കൂലി ഇല്ലാതിരിക്കോ? ഗേറ്റ് തുറന്നതിന്, കോളിംഗ് ബെല്ല് അടിച്ചതിന് കൂലി ഇല്ലാതിരിക്കോ? ഇല്ല. ഹസൻ റളിയല്ലാഹു പറഞ്ഞു, ഉംറൻ്റെ കൂലിയെങ്കിലും കിട്ടും. ഞാൻ പോയി ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്, ഹജ്ജിൻ്റെ ഉംറൻ്റെ കൂലിയും കിട്ടിയിട്ടുണ്ട്, ഞാനിതാ തവാഫ് ബാക്കി ചെയ്യുന്നുണ്ട്. ഇതാണ് ഇസ്ലാം.